الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുറന്ന് എൻ്റെ സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും പഠന വിധേയമാക്കിയ ചർച്ചകളുടെ കുത്തുബകളുടെ വ്യവസ്ഥയിൽ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടു അവർക്ക് സവിശേഷമായി നൽകിയ പദവിയെക്കുറിച്ചുമാണ് ലോക വനിതാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ മെമ്പറിനെ പറഞ്ഞു. പുരുഷന്മാരായ നിങ്ങളെ സൃഷ്ടിച്ച അതേ നാഥൻ തന്നെയാണ് സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നിലനിൽപ്പിനും സൗഖ്യപൂർണമായ ജീവിത സന്ധാരണത്തിന്റെ മാർഗമായും പ്രത്യുൽപാദനപരമായ തലമുറകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അനിവാര്യതയുടെ ഭാഗമായും എന്ന് പഠിപ്പിച്ചതിലൂടെ സ്ത്രീ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഔന്നിത്യം ആദരം പുരുഷനെ പോലെ തന്നെ എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. രണ്ടാമതായി, സ്ത്രീ ജന്മം ഒരു ശാപമല്ല, അവൾ പാപ ഹേതുവായി പിറന്നവളുമല്ല എന്നും ഇതര വേദ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അത്തരം വിശ്വാസങ്ങളുടെ തരത്തിൽ ഉണ്ടായിരുന്ന ക്രമങ്ങളെ പ്രതിപട്ടികയിൽ നിർത്തിക്കൊണ്ട്
വിശുദ്ധ ഖുർആൻ അടിവരയിൽ പഠിപ്പിച്ചു. മൂന്നാമതായി, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം സ്ത്രീക്കുമുണ്ട് എന്ന് മാത്രമല്ല, ആ അവകാശം നേടിക്കൊടുക്കുന്ന മാർഗത്തിൽ സ്ത്രീത്വം ചവിട്ടിയരക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടത്തിയ ശക്തമായ ഇടപെടലുകൾ, ആ മേഖലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്ന സമരമുഖങ്ങൾ, അതിലൂടെ ഇസ്ലാം സ്ത്രീക്ക് നേടിക്കൊടുത്ത ഔന്നത്യം, ഈ വസ്തുതയിൽ നാം മനസ്സിലാക്കി. അതേ തുടർച്ചയിൽ തന്നെയാണ് ഇന്നത്തെ ഖുതുബയുടെ പ്രതിപാദനവും. ഈ വിഷയമായി ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നാലാമതായി നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്ന വസ്തുത, സ്ത്രീക്കും പുരുഷനും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഒരുപോലെ അല്ലാഹു അവരെ പരിഗണിച്ചു. സ്ത്രീ സഹജമായ പ്രകൃതിപരമായ സവിശേഷതകളെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസൃതമായ ഇളവുകളോടെ, എന്നാൽ ഉത്തരവാദിത്വ നിർവഹണത്തിനുള്ള പ്രതിഫലം അത്തരം സത്പ്രവൃത്തികളുടെ കർമ്മഫലം അതിൽ ആണും പെണ്ണും തുല്യരാണ്. അവിടെ വിവേചനം ഇല്ല. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ഖുർആൻ ഈ വിഷയമായി തന്നെ പഠിപ്പിച്ചു. ആണിനും പെണ്ണിനും ഒരേ ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കുക, പ്രകൃതത്തിന്റെ പ്രത്യേകതകളെ മാനിക്കാതിരിക്കുക, എങ്കിൽ അത് സ്ത്രീയെ സംബന്ധിച്ച് പീഡനമാണ്. അവളോട് കാണിക്കുന്ന അനീതിയും അന്യായവുമായിരിക്കും അത്. ഇതര സാമൂഹ്യ ക്രമങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആണിനും പെണ്ണിനും ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിടത്ത് ഒരേ മാനദണ്ഡമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പെണ്ണത്വം അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീത്വത്തിന്റെ സവിശേഷമായ ഭാവങ്ങൾ, മാതൃത്വത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണം ഉൾപ്പെടെ അവിടെ പരിഗണിക്കപ്പെടുന്നില്ല. എങ്കിൽ അത് സ്ത്രീയോട് കാണിക്കുന്ന അന്യായമാണ്. എന്നാൽ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പുരുഷനും സ്ത്രീക്കും ചെയ്ത ഉത്തരവാദിത്ത നിർവഹണത്തിൽ അല്ലെങ്കിൽ ഏറ്റെടുത്ത ബാധ്യതയുടെ പൂർത്തീകരണത്തിന് തുല്യമായ പ്രതിഫലം നിർണയിച്ചിട്ടുമില്ല. ഇതാണ് ഇതര ക്രമങ്ങളുടെ ഒരു അന്തസത്ത എങ്കിൽ വിശുദ്ധ ഖുർആൻ സവിശേഷമായി ഊന്നി പഠിപ്പിക്കുന്ന ഒരു വസ്തുത, സ്ത്രീയോടും പുരുഷനോടും ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരേ ആഹ്വാനമാണ് നടത്തിയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തിൽ പെണ്ണിന്റെ പ്രകൃതത്തെ അംഗീകരിച്ചുകൊണ്ട് ചില ഇളവുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ ഉത്തരവാദിത്തം നിർണയിച്ചു കൊടുത്തിടത്ത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാധ്യത ഇന്നതാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ബാധ്യതാ നിർവഹണത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ തുല്യ പങ്കാളിത്തമാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ നിർവഹിക്കുന്ന ആ ഇടത്തിൽ, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചില ഇളവുകളുണ്ട്. സ്ത്രീകൾ എന്ന നിലയിൽ പുരുഷന് ചില ബാധ്യതകൾ അധികമായിട്ട് വരികയും ചെയ്യും. പക്ഷെ ആഹ്വാനങ്ങളെല്ലാം രണ്ടു കൂട്ടരോടും ഒരുപോലെ തന്നെ. ഇപ്പൊ സ്ത്രീയോട് കാണിക്കേണ്ടുന്ന ഏറ്റവും ഉദാത്തമായ നീതിയുടെ ഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ പരിഗണിച്ചു ഇസ്ലാം. അവിടെ വിവേചനം കൽപ്പിച്ചില്ല. പ്രകൃതിപരമായ സവിശേഷതകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തിയെന്ന് മാത്രം. എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ദൗത്യം യഥാവിധി നിർവഹിക്കാൻ യോഗ്യനായി അത് ഭംഗിയായി നിർവഹിക്കുന്ന പുരുഷനും ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ദൗത്യ നിർവഹണം നടത്തുന്ന സ്ത്രീക്കും ഒരേ പ്രതിഫലമാണ് നിശ്ചയിച്ചത്. പ്രതിഫലത്തിന് ഒരു കുറവും വരുത്തിയില്ല. ഇത് ഇസ്ലാം സ്ത്രീകളോട് കാണിക്കുന്ന അതിന്റെ അടിസ്ഥാനപരമായ ഉദാത്ത കാഴ്ചപ്പാടിൽ അവരോട് കാണിച്ചിട്ടുള്ള
വിശാലതയും അംഗീകാരവുമാണ് എന്ന് ഈ ഇസ്ലാമാകുന്ന പ്രത്യയശാസ്ത്രത്തെയും ജീവിത പദ്ധതിയെയും നിലവിലുള്ള മറ്റു ക്രമങ്ങളെയും താരതമ്യപ്പെടുത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷകന്മാർ ഊന്നി പറഞ്ഞിരിക്കുന്നു എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇസ്ലാം ഇങ്ങനെ ഊന്നി പഠിപ്പിച്ച ഒരു വസ്തുതയെ കാലികമായ ഒരു പശ്ചാത്തലത്തിൽ സവിശേഷമായി മനസ്സിലാക്കുമ്പോഴാണ് ഓരോ പോയിന്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെ എത്രമേൽ ആദരിച്ചും ബഹുമാനിച്ചും അവരുടെ അവകാശങ്ങളെയും അവരുടെ പ്രകൃതിപരമായ സവിശേഷതകളെയും മാനിച്ചും നിയമക്രമങ്ങളും വ്യവസ്ഥയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സവിശേഷമായ മാനത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. എന്നല്ല, ഈ പ്രത്യേകത മാലോകരെ അറിയിക്കാൻ മാത്രമുള്ള അർഹതയും തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് സവിശേഷമായി വിശ്വാസികൾ നേടിയെടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം സ്ത്രീകളോട് കാണിക്കുന്ന അന്യായവും അധർമ്മവും ധിക്കാരവും ഒക്കെ ഏറ്റവും അധികം നടക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ് എന്ന് തൽപര കക്ഷികളുടെ നിരന്തരമായ പ്രചാരണത്തിന് കൂടുതൽ അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിപ്പിക്കുമാറുള്ള തെറ്റായ പ്രവണതകളിലൂടെ ഇസ്ലാമിന്റെ ആളുകളായിരിക്കെ തന്നെ, തമ്പുരാന ഭയമുള്ളവരായിരിക്കെ തന്നെ നമ്മൾ പ്രയാണം തുടരുക എന്ന ദുരന്തം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു മുഖത്തോടു കൂടി വേണം വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി പഠിപ്പിച്ച പാഠങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം സ്വീകരിക്കുന്നതിനുള്ള ആഹ്വാനം, കർമ്മങ്ങൾ ആരാധനകൾ നിർവഹിക്കാനുള്ള ആഹ്വാനം, ബാധ്യതാ നിർവഹണത്തിന്റെ മാർഗത്തിൽ കുടുംബം എന്ന സംവിധാനത്തെ, സ്ഥാപനത്തെ, ആ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള ആഹ്വാനം, വിജ്ഞാന സമ്പാദനത്തിന്റെ മാർഗത്തിൽ അതിനായി ഒരുങ്ങി ഇറങ്ങലും അതിനായി ശ്രമം നടത്തലും അതുമായി ബന്ധപ്പെട്ട ആഹ്വാനം, ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ മിഷൻ, അതിന്റെ ദൗത്യം ഏറ്റെടുത്ത് അത് നിർവഹിക്കാനുള്ള ആഹ്വാനം. ഈ 5 തലങ്ങളിലും ആണിനോടും പെണ്ണിനോടും ഒരേ രീതിയിലാണ് ഉത്തരവാദിത്ത നിർവഹണത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു പഠനമാണ്. അവിടങ്ങളിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് വിവേചനം ഇല്ല. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് ആഹ്വാനം ചെയ്യുന്നിടത്തും വിവേചനമില്ല. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല. നിർവഹിക്കുന്ന ഇടങ്ങളിൽ പെണ്ണിന്റെ പ്രകൃതത്തെ മാനിച്ചുകൊണ്ടുള്ള ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി ഈ 5 മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഉത്തരവാദിത്തത്തിന് ആണിനും പെണ്ണിനും അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലത്തിൽ ഒരു വിവേചനവുമില്ല. അപ്പൊ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ പെണ്ണിന്റെ അസ്തിത്വത്തെ ആണിൽ നിന്ന് വേർതിരിച്ച് ഇകഴ്ത്തിയല്ല ഇസ്ലാം കണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ തന്നെ മനോഭാവം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ അധിക വായനയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നാം തന്നെ പെണ്ണിനോട് കാണിക്കുന്ന സമീപനം സന്തോഷകരമല്ല. നല്ല ലക്ഷണമൊത്ത മുസ്ലിം പുരുഷന്മാർ പോലും പെണ്ണിനോട് സ്വീകരിക്കുന്ന സമീപനം ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ല എന്ന് പറയാൻ നമുക്കിടയിൽ മതിയായ തെളിവുകളുണ്ട്. ആരോ പറഞ്ഞു പഠിപ്പിച്ചതും ആരൊക്കെയോ ഏറ്റെടുത്തതുമായ ചില വർത്തമാനങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നത് കൊണ്ടും ഈ പെണ്ണ് അത് സമ്മതിച്ചു തരുന്നത് കൊണ്ടും തൽക്കാലം പ്രശ്നമില്ല എന്നേ ഉള്ളൂ. ഇവരുടെ നിലപാടുകൾ ഇസ്ലാമികമായി പെർഫെക്ഷൻ ഉള്ളതാണ്, ഇഹ്സാനിയത്തുള്ളതാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ ഒരു കണ്ണോട് കൂടി വേണം ഇനിയുള്ള വിഷയങ്ങളെ കാണാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി, വിശ്വാസ കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാൻ വേണ്ടി വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത വിശുദ്ധ ഖുർആൻ സൂറ അൻ-നിസായിലെ 136-ാമത് ആയത്താണ് മുഖദ്ദിമയിൽ ആമുഖത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി, തന്റെ ദൂതന് അല്ലാഹു ഇറക്കി കൊടുത്ത കിതാബ്, അൽ കിതാബ് വിശുദ്ധ ഖുർആൻ, അതിലും നിങ്ങൾ വിശ്വസിക്കുക.
വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, മുമ്പുള്ള മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിസ്സലാം അവർക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥങ്ങൾ, അതിലും നിങ്ങൾ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ, ആർ അല്ലാഹുവിനെയും അവന്റെ മാലാഖമാരെയും അവന്റെ ഗ്രന്ഥങ്ങളെയും അവന്റെ പ്രവാചകന്മാരെയും പരലോക വിശ്വാസത്തെയും നിഷേധിക്കുന്നുവോ ഫഖദ് ദല്ല ദലാലൻ ബഈദ, അവൻ വളരെ വ്യക്തമായ വഴികേടിലായിരിക്കുന്നു, അവൻ അങ്ങേ അറ്റത്തെ വഴികേടിൽ ചെന്ന് വീണിരിക്കുന്നു. സൂറത്ത് നിസായിലെ 136-ാമത്തെ സൂറത്ത്. ആഹ്വാനം യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, വിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. വിശ്വാസികളെ എന്ന ഈ വിളിയാണ് അറബി ഭാഷയിലാണെന്ന് നമുക്കറിയാം. അറബി ഭാഷയിൽ ഭാഷാ പണ്ഡിറ്റുകൾ പറയുന്നു, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവായിട്ട് ഒരു ആഹ്വാനം നടത്തുകയാണെങ്കിൽ അറബി ഭാഷാ പ്രകാരം മുസക്കറിന്റെ സീഗ എന്ന് പറയും, അഥവാ പുല്ലിംഗ വചന രീതിയിലാണ് അത് ചെയ്യുക. അത് അറബി ഭാഷയുടെ ഒരു വ്യാകരണപരമായ സവിശേഷതയാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചാൽ ആണും പെണ്ണും കുഞ്ഞനും കുട്ടികളും ആബാലവൃദ്ധം വിശ്വാസികൾ, അവരോടെല്ലാവരോടുമാണ് ഈ ആഹ്വാനം. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരുപാട് ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ മുഴുവൻ വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാണ്. അത് ആണിനും ബാധകമാണ്, പെണ്ണിനും ബാധകമാണ്. പ്രായപൂർത്തിയെത്തിയ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ആക്കിലും വാജിബുമായ, ബുദ്ധി ഉറച്ച പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അവിടെ വിവേചനം ഇല്ല, അവിടെ ആൺ പെൺ വേർതിരിവില്ല. അത് തന്നെ ഒരു അംഗീകാരമാണ്. ഈ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ്. അതൊരു രണ്ടാം കിട പൗരയല്ല, അല്ലെങ്കിൽ ഒരു രണ്ടാം നമ്പറായിട്ട് മാറ്റിവെക്കേണ്ടതല്ല പെണ്ണ് എന്ന് പറയുന്നത്. ഓരോ ക്രമത്തിലും ഇസ്ലാമിന് ഊന്നി ഊന്നി പറഞ്ഞിരിക്കുന്നു എന്നത് അതിന് നൽകുന്ന പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയാളം വിശുദ്ധ ഖുർആൻ 90 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ 90 പ്രാവശ്യവും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആഹ്വാനം നടത്തുമ്പോൾ ആ ആഹ്വാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്ന അരുതായ്മകൾ ഈ രണ്ടിലൊന്നായിരിക്കും അതിലുണ്ടാവുക. അവർ പാലിക്കേണ്ടുന്ന സ്വീകരിക്കേണ്ടുന്ന സവിശേഷമായ ആഹ്വാനങ്ങൾ കൽപ്പനകളായിരിക്കാം, നിരോധങ്ങളായിരിക്കാം. അവർ സവിശേഷമായി സ്വീകരിക്കുന്ന ശൈലി സമീപനങ്ങൾ, സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഐഡിയോളജി ആദർശവുമായി ബന്ധപ്പെട്ട്, കൾച്ചർ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, റെപ്രസെന്റേഷൻ ഇസ്ലാമിന്റെ പ്രതിനിധീകരണം ഷഹാദത്തുൽ ഹഖുമായി ബന്ധപ്പെട്ട്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത്, പാലിക്കേണ്ടത് പാലിക്കാൻ പാടില്ലാത്തത്, ഹലാലുകള് ഹറാമുകൾ, ശറഈ ഹുക്മുകൾ, വിധിവിലക്കുകൾ, ഇതാണ് അതിലുണ്ടാവുക. അത് എല്ലാവരോടുമാണ് ഖുർആനിന്റെ ആഹ്വാനം. അവിടെ ആൺ പെൺ വ്യത്യാസമില്ല എന്നത് ഒരു പ്രത്യേകതയായി തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും പറയുന്നു, അവർ മദീന പള്ളിയിൽ ഒത്തുകൂടുന്നവർ എല്ലാവരുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവിടെ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അത് പറഞ്ഞാൽ പോലും അക്രമമായി മനസ്സിലാക്കാൻ മാത്രം ദീനിന്റെ മാർഗത്തിൽ ശരിയായ ഈ ചര്യയെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിൽ മസ്തിഷ്കങ്ങളെ വഴിതെറ്റിച്ച, ഹൃദയ മസ്തിഷ്കങ്ങളുടെ ക്രമത്തെ കീഴ്മേൽ മരിച്ച ഒരു വലിയ വിഭാഗം ആളുകളാണ് ഇസ്ലാമിന്റെ ഹോൾസെയിൽ ഏജന്റുമാർ എന്ന ദുര്യോഗം നാം തിരിച്ചറിയണം. എന്നാൽ മദീന പള്ളിയിൽ സമ്മേളിക്കുന്ന ഹബീബിന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വഹീ കേൾക്കാൻ, പഠന ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ദിക്റും ബയാനും ഖുതുബയും ഉത്ബോധനങ്ങളും പഠന ക്ലാസുകളും കേൾക്കാൻ സമ്മേളിച്ചിരിക്കുന്ന ആ സദസ്സിനോട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്യുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ചെവി കൂർപ്പിച്ചിരിക്കുന്നു, കാത് കൂർപ്പിച്ച് ശ്രദ്ധയോടുകൂടി ഇനി ഹബീബിന്റെ ഗുരുമുഖത്ത് നിന്ന് അടുത്തതായി വരാനിരിക്കുന്ന നിർദ്ദേശം എന്ത് എന്ന് അത് അപ്പടിന് സ്വാംശീകരിച്ചെടുക്കാൻ മനസ്സ് പാകപ്പെടുത്തി ഞങ്ങൾ ഇരിക്കും. കാരണം ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളെ വിളിക്കുകയാണ്. അതാണ് മർമ്മം. ആരാണ് വിളിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് നമ്മളോട് സംസാരിക്കുകയാണെന്ന് ഹബീബിന്റെ ഗുരുമുഖത്തിലൂടെ, ഹബീബിന്റെ തിരുവർത്തമാനത്തിലൂടെ അങ്ങനെ സംസാരിക്കുകയാണ്. അല്ലാഹ് പറയാണ്. അപ്പൊ അല്ലാഹ് എന്ത് പറയാൻ പോകുന്നു എന്ന് ആണും പെണ്ണും
ആ സദസ്സിലെ ആബാലവൃത്തം സാധൂതം ശ്രദ്ധിച്ചിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനങ്ങളിൽ ഈ പഠനാനുഭവങ്ങൾ നമുക്ക് വായിക്കാം. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര അന്യം നിന്ന് പോയിരിക്കുന്നു ശരിയായ ഇസ്ലാമിന്റെ കർമ്മമാർഗത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെതെന്ന് പറയുന്ന ആളുകൾ എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ആഹ്വാനം ചെയ്ത ആഹ്വാനങ്ങൾ 90 തവണ വിവിധ അധ്യായങ്ങളിലൂടെ വന്നത് മുഴുവൻ വിശ്വാസികളോടുമാണ്. ഇവിടെ ഈ അധ്യായത്തിൽ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞ ഒരു വചനമാണിത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ആമിനു ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, വറസൂലിഹി, അവന്റെ ദൂതനിലും, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അവന്റെ ദൂതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിലും, വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, മുമ്പ് കടന്നു കഴിഞ്ഞു പോയ മഹാരഥന്മാരായ അംബിയാ മുർസലുകൾ അലൈഹിമുസ്സലാം അവർക്ക് അല്ലാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന ആഹ്വാനമാണ് ആണിനോടും പെണ്ണിനോടും ഒരുപോലെ. എന്നിട്ട് അതിനെ ഒന്നുകൂടി വ്യക്തമാക്കി അതിന്റെ എതിർവശത്തെ എടുത്തു ധരിച്ചുകൊണ്ട് അല്ലാഹുവിനെ നിഷേധിക്കുന്നുവോ, അവന്റെ മലക്കുകളുടെ വിശ്വാസത്തെ ആര് തള്ളി പറയുന്നുവോ, അവന്റെ വേദഗ്രന്ഥങ്ങളെ, അവൻ മാലോകർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെ ആര് നിഷേധിക്കുന്നുവോ തള്ളി പറയുന്നുവോ, അവൻ ഭൂമുഖത്തേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ആര് അവിശ്വസിക്കുന്നുവോ അംഗീകരിക്കാതിരിക്കുന്നുവോ, മരണാനന്തര ലോകത്തെ പരലോകത്തെ ആര് നിഷേധിക്കുന്നുവോ അവർ വളരെ വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. വിശ്വാസം സ്വീകരിക്കാൻ, വിശ്വസിക്കേണ്ട കാര്യങ്ങളെ നിരാകരിക്കാതിരിക്കാൻ, വിശ്വാസികളെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അല്ലാഹു ആഹ്വാനം ചെയ്ത ഈ ആഹ്വാനം ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. വിശ്വാസം സ്വീകരിക്കുന്നിടത്ത് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണം. ഇനി കർമ്മങ്ങളിലേക്കാണ് പിന്നീട് വരിക. അപ്പോൾ നമ്മുടെ മുമ്പിൽ അതിപ്രധാന ചർച്ചയായിട്ട് വരുന്നത് ആരാധനകളാണ്. എങ്കിൽ ആരാധനകൾ അനുഷ്ഠിക്കാൻ ആഹ്വാനം ചെയ്തിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പൊതുവായിട്ട് തന്നെയാണ് കൽപ്പിച്ചത്. അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാ, നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഖുർആനിലെ വചനമാണ്. ഈ സദസ്സിന് അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം ഇപ്പോൾ കാര്യങ്ങൾ സുവ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങൾ നമസ്കാരം യഥാവിധി ഇഖാമത്ത് ചെയ്യണം, സക്കാത്ത് നൽകുകയും വേണം. ഇത് ഖുർആനിന്റെ ആഹ്വാനമാണ്. ആണിനോടും പെണ്ണിനോടും ഒരുപോലെയാണ് ഈ ആഹ്വാനം. ഈ ആഹ്വാനം രണ്ട് കൂട്ടരോടും ഒരുപോലെയാണ്, വിവേചനമില്ല അവിടെ. എന്നാൽ നമസ്കരിക്കാൻ പറ്റാത്ത സമയം സ്ത്രീക്കുണ്ട്. അത് അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ സവിശേഷമായ മാതൃത്വത്തെ, അവർക്ക് അല്ലാഹു നൽകിയ കഴിഞ്ഞ 2 ഖുതുബകളിൽ നാം ശ്രമിച്ച ആ ഔന്നിത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. പ്രകൃതിപരമായ അവരുടെ ആ സവിശേഷ സന്ദർഭത്തിൽ അവർ നമസ്കരിക്കാൻ പാടില്ല എന്നാണ്. നമസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവൾ നമസ്കരിക്കാതിരിക്കുന്നത് മുഖേന അല്ലാഹു അവൾക്ക് പുണ്യം നൽകുകയാണ്. എന്നാൽ ഏത് സമയത്തും നമസ്കരിക്കണം എന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആണൊരുത്തൻ നമസ്കരിക്കുന്നതിനാണ് അവന് പുണ്യം നൽകുക. ഇത് രണ്ടും അല്ലാഹു നൽകുന്നതാണ്. ആഹ്വാനം ഒരുപോലെ തന്നെ. പെണ്ണത്തത്തിന്റെ മാനത്തെ, സവിശേഷ മാനത്തെ അംഗീകരിച്ചുകൊണ്ട് നമസ്കരിക്കരുത് ഇന്ന സമയത്ത്. അപ്പോൾ നമസ്കരിക്കാതിരിക്കുന്നത് മുഖേനയാണ് അവൾക്ക് പുണ്യം. കാരണം നമസ്കരിക്കരുത് എന്ന കൽപ്പനയെ അവൾ പാലിച്ചു, ആ നിരോധത്തെ അംഗീകരിച്ചതിന് പുണ്യം. ബുദ്ധി സ്ഥിരത നഷ്ടപ്പെടും വരെ, ഹൃദയ മസ്തിഷ്കത്തിന് പ്രജ്ഞ നഷ്ടപ്പെടും വരെ ആണൊരുത്തൻ നമസ്കരിച്ചേ മതിയാവും. നിന്ന് വയ്യെങ്കിൽ ഇരുന്ന് പറ്റിയില്ലെങ്കിൽ കടന്ന് അവയവം ചലിപ്പിക്കാമെങ്കിലും മനസ്സോർമ്മയോടുകൂടി അത് ചെയ്താലേ അവന് പുണ്യം കിട്ടും. ഇത് അല്ലാഹുവിന്റെ സവിശേഷമായ ഒരു ആഹ്വാനമാണ്. അപ്പൊ ആഹ്വാനം ഒരുപോലെയാണ്, എന്നാൽ പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പെണ്ണുങ്ങളോടുള്ള സമീപനം സ്വീകരിക്കേണ്ടത്. അതവരെ അംഗീകരിക്കലാണ്. ഒപ്പം അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ഇളവ് അത് പുണ്യകരമായി തന്നെ നിർണയിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ ഒരു ക്രമം വേറെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോഴാണ് ഇസ്ലാം നൽകിയ ഊന്നൽ മനസ്സിലാക്കുന്നത്. സക്കാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. സാമ്പത്തികമായ ശേഷി, വരുമാനം, ആണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും 2% മുതൽ 20% വരെ വരുമാനത്തിന്റെ തോതനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. അതിൽ വിട്ടുവീഴ്ചയില്ല. നോമ്പിന്റെ കാര്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന സൂക്തം എല്ലാ വർഷവും കൃത്യമായി ആണ്ടോടാണ്ട് ഓർമ്മപ്പെടുത്തപ്പെടുന്നവരാണ് നമ്മൾ. അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ച് ആണിനോടും പെണ്ണിനോടുമാണ് വ്രതാനുഷ്ഠാനത്തിന് ആഹ്വാനം ചെയ്തത്.
പക്ഷേ പെണ്ണിന് നോമ്പെടുക്കാൻ പറ്റ സമയങ്ങളുണ്ട്. അവിടെ ആ സമയത്ത് നോമ്പെടുക്കേണ്ടതില്ല. വേറെ ചില സവിശേഷമായ സന്ദർഭങ്ങളിൽ പെണ്ണത്വത്തിന്റെ, സ്ത്രീത്വത്തിന്റെ, മാതൃത്വത്തിന്റെ സവിശേഷമായ ഭാവങ്ങൾ അതിനെ അംഗീകരിച്ചു ഇസ്ലാം. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി. ചില ഇനങ്ങളിൽ ഫിദിയ കൊടുക്കുകയും വേണം, പിന്നീട് ഖളാ വീട്ടുകയും വേണം. എത്രമേൽ അവരെ ആദരിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ കർമ്മങ്ങൾക്കെല്ലാം. ഹജ്ജിന്റെ കാര്യത്തിൽ ആണിനോടും പെണ്ണിനോടും ഒരുപോലെ ഹജ്ജും ഉംറയും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പൂർത്തീകരിക്കണം. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ ഭവനത്തിലേക്ക് ചെന്നു ചേരാൻ എന്തെല്ലാം ഉപാധികളാണോ പൂർത്തീകരിക്കപ്പെടേണ്ടത് അത് പൂർത്തീകരിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാവരുടെ മേലും ബാധ്യതയുണ്ട് അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ എന്ന്. അവിടെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാര് ധാരാളമായിട്ട് പോണത്. ഇപ്പോ അവര് പോകുന്ന 2 ഹറങ്ങൾ നിസ്കരിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ അവർ നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിൽ മയ്യത്തായിട്ടേ പട്ടിക്കകത്ത് വരാൻ പാടുള്ളൂ എന്ന ദുര്യോഗത്തെ കുറിച്ച് ഇന്നേ വരെ അവർ ബോധവാന്മാരായില്ല എന്നത് കൂട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടതാണ്. ഈ കർമ്മത്തിന് ആഹ്വാനം 2 പേരോടുമായതുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് തടയാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ അവർ പെണ്ണുങ്ങൾക്ക് ഹറമ വിലക്കുമായിരുന്നു, പള്ളി വിലക്കിയതുപോലെ. അപ്പൊ ആഹ്വാനം ഒരുപോലെയാണ്. എങ്കിൽ അവർക്ക് അവകാശമുണ്ട്, അതവരുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, അള്ളാഹുവാണ് നിർണയിച്ചു കൊടുത്തത്. ആ ഹജ്ജിലായിരിക്കെ അവർക്കും പെണ്ണത്വത്തിന്റെ സവിശേഷമായ അവസ്ഥകളിൽ ഇളവുകളുണ്ട്. അത് ഹജ്ജ് കർമ്മങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവാദിത്ത നിർവഹണം. അപ്പൊ വിശ്വാസം ഉൾക്കൊള്ളാൻ ആഹ്വാനം ചെയ്തിടത്ത്, ആരാധനാദി കാര്യങ്ങൾ നിർവഹിക്കാൻ ആഹ്വാനം ചെയ്തിടത്ത്, ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കൽപ്പിച്ചിടത്തൊന്നും ഒരു വിവേചനവും വരുത്തിയില്ല. സ്ത്രീകളുടെ സവിശേഷമായ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം അതിൽ അവർക്ക് ഇളവുകൾ നൽകി. ആ ഇളവുകൾ പാലിക്കുന്നതിൽ അവർക്ക് പുണ്യവും നൽകി. മൂന്നാമതായി ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ തട്ടകമായി നാം അംഗീകരിക്കുന്ന കുടുംബമാണ് അടുത്ത വിഷയം. കുടുംബത്തിൽ സ്ത്രീക്ക് വലിയ ബാധ്യതയുണ്ട്. പുരുഷന് അതിനേക്കാൾ ഭാരിച്ച ബാധ്യതയാണ് ഫലത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. 2 പേരും ഒന്നിച്ച് നിർവഹിക്കേണ്ടുന്ന പ്രവർത്തന മേഖലകളുമുണ്ട്. 2 പേരും പ്രത്യേകം ശ്രദ്ധയൂന്നി പ്രവർത്തിക്കേണ്ടുന്ന സവിശേഷമായ മേഖലകളുണ്ട്. അങ്ങനെയാണ് കുടുംബഘടനയെ ഇസ്ലാം നിർണയിച്ചത്. അതിൽ പുരുഷന്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട് അവൻ ചുമക്കേണ്ടുന്ന അധിക ബാധ്യതകൾ, അല്ലെങ്കിൽ അവന് മേൽ ഏൽപ്പിക്കപ്പെട്ട അധിക ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ഗൗരവം, അത് അവന്റെ പ്രകൃതിപരമായ പ്രത്യേകത കൊണ്ട് സാധ്യമാകേണ്ടുന്ന ഒന്ന് എന്ന നിലക്ക് അവിടെ പുരുഷന് ഒരു ലീഡർഷിപ്പിൽ ഒരു ദർജ അധികം ഇസ്ലാം നൽകി. സ്ത്രീകളുടെ മേൽ പുരുഷന് ഒരു നേതൃത്വ അധികാരമുണ്ട്, നായകൻ എന്ന നിലക്ക്. കാരണം അവനാണ് കുടുംബത്തിന്റെ ലീഡർ. നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലെ കുടുംബം മുന്നോട്ട് പോകാവൂ, നേതൃത്വത്തിന്റെ കീഴിലെ സമുദായവും മുന്നോട്ട് പോകാവൂ എന്നത് ഇസ്ലാമിന്റെ ഒരു നയമാണ്. ഒരു സാമൂഹ്യ ജീവിതക്രമത്തിന്റെ ആദ്യപടിയാണ്, അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം. എങ്കിൽ അവിടെ മുതൽ ഇസ്ലാം പഠിപ്പിക്കുക ഒരു ലീഡർ വേണം, ഒരു ഇമാറത്ത് വേണം, ഒരു അമീർ വേണം എന്ന്. ആ ഇമാറത്ത് പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അവന് വലിയ ബാധ്യതയുണ്ട്. അവനാണ് സാമ്പത്തികമായ വരുമാനം കണ്ടെത്തേണ്ടത്. അത് പെണ്ണിന്റെ ബാധ്യതയല്ല, ആണിന്റെ ബാധ്യതയാണ്. ഈ സ്ത്രീക്ക് ചെലവിന് കൊടുത്ത് മാന്യമായി പോറ്റൽ, അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും മാന്യമായി പോറ്റൽ, അവൾക്ക് വസ്ത്രം, ഷെൽട്ടർ, ഒരു സാമൂഹ്യ ക്രമത്തിൽ ആ പുരുഷന്റെ വരുമാനത്തിനനുസരിച്ചുള്ള ഔന്നിത്യവും സ്ഥാനമാനവും പദവിയും അലങ്കരിക്കാൻ മതിയായത് അവൾക്ക് നേടിക്കൊടുക്കാൻ പുരുഷന് ബാധ്യതയുണ്ട്. അത് നിർവഹിച്ചിരിക്കുന്ന കുറ്റവാളിയാണ്. അതുകൊണ്ട് അൽ-റിജാലു ഖവ്വാമൂന അലൻ നിസാ. എന്നാൽ സ്ത്രീ മാതൃത്വം, സ്ത്രീത്വം എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ വലിയ ഒരു ഇടമാണ് കുടുംബം. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. അപ്പൊ സ്ത്രീയും അവിടെ ഒരു നേതാവ് തന്നെ. നിങ്ങൾ ഓരോരുത്തരും നേതാക്കന്മാരാണ്, ലീഡർമാരാണ്. നിങ്ങളെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. തമ്പുരാൻ ഒരുപോലെ വിചാരണ ചെയ്യും. ആണും പെണ്ണും ഒന്നായി നിന്നുകൊണ്ട് കുടുംബമെന്ന ആ യൂണിറ്റിനെ, ആ സ്ഥാപനത്തെ ശരിയായി നയിക്കണം. അതിൽ ആണിന്റെ ഉത്തരവാദിത്തമാണ് നേരത്തെ പറഞ്ഞത്. പെണ്ണിന്റെ ഉത്തരവാദിത്തം സവിശേഷമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ധരിച്ചു. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ.
തന്റെ ഭർത്താവിന്റെ വീട്ടിലെ നേതാവാണവൾ. കുടുംബത്തെ നയിക്കേണ്ടത് അവളാണ്. തന്റെ പുരുഷനെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തൽ മുതൽ, തന്റെ കുഞ്ഞുങ്ങളെ ഇസ്ലാമികമായി സംസ്കരിച്ച് വളർത്തൽ മുതൽ, കുടുംബം എന്ന നിലക്ക് നിർവഹിക്കാനുള്ള നിയോഗ നിർവഹണത്തിലെ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് പെണ്ണൊരുത്തി വീട്ടകത്ത് നിർവഹിക്കേണ്ട ദൗത്യത്തെ ഏറ്റവും വലിയ നായകസ്ഥാനം ആയി അലങ്കരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ കുടുംബം എന്ന ഉത്തരവാദിത്ത നിർവഹണത്തിൽ രണ്ടുപേരെ ലീഡർമാരായിട്ടാണ് നിശ്ചയിച്ചത്. പ്രകൃതം അനുസരിച്ച് രണ്ടുപേർക്കും രണ്ട് പ്രവർത്തന മുഖം നിർണയിച്ചു കൊടുത്തു. രണ്ടുപേരും ഒന്നിച്ച് നിർവഹിക്കേണ്ടുന്ന ആ ഒന്നിച്ചുള്ള പ്രവർത്തന വീതിയും നിർണയിച്ചു കൊടുത്തു. എത്ര ശാസ്ത്രീയവും എത്ര സുന്ദരവുമാണത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് ഇസ്ലാം നന്നായിട്ട് പണിയെടുത്ത് പഠിപ്പിച്ചൊരു ക്രമമാണ്. എന്നാൽ ആ ക്രമത്തിന്റെ സവിശേഷത ഇന്നും നല്ല ശതമാനം മുസ്ലിം സമൂഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇന്നും പെണ്ണ് ചോറ്റിനും പേറ്റിനുമുള്ള അടുക്കളയിലെ ഒരു യന്ത്രം തന്നെയാണ് പല മാന്യന്മാർക്കും എന്നത് കൂട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം അങ്ങനെയല്ല നിർണയിച്ചത്. അവൾക്കൊരു പദവിയും സ്ഥാനവും കൊടുത്തു. ആ പദവിയും സ്ഥാനവും രണ്ടുപേർക്കും തുല്യം തന്നെ. രണ്ടുപേരും റാണിമാരാണ്, ഭരണാധികാരികളാണ്. നിങ്ങളെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങൾ ഉത്തരം പറയണം. പെണ്ണും ഒരു ഭരണാധികാരി സവിശേഷമായിട്ട് എടുത്തു പറയാൻ കാരണം പെണ്ണിനെ അടിമയായി കാണുന്ന ക്രമത്തോട് ഒരു സമരമുഖം തുറക്കലാണ് ഹബീബിന്റെ ഭാഗത്ത് നിന്ന്. കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊൽ റഅയതി വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹ. അവൾ ഭരണാധികാരി റായിയത്താണ്. പെണ്ണിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പെണ്ണിനോട് ഈ വിഷയത്തിലെ സമീപനം എന്നും തെറ്റാണ്. ലോകം തെറ്റായിട്ടാണ് അവളെ ഈ മേഖലയിൽ കണ്ടത്. പരിഷ്കൃത ലോകത്താണെങ്കിൽ പെണ്ണിനെ ഇതിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ട് എന്നും നാം മനസ്സിലാക്കണം. അവളും സ്വത്ത് സമ്പാദിച്ചു കൊണ്ടുവരണം. അതാണ് ആ പീഡനം. അതുകൊണ്ട് പെണ്ണും സ്വത്ത് സമ്പാദിച്ചു കൊണ്ടുവരണം. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല. ആണിന്റെ സമ്പാദനത്തിന്റെ വരുമാനത്തിന്റെ ചെലവിൽ പെണ്ണ് ജീവിക്കണം. പെണ്ണിനെ ജീവിപ്പിക്കാനാണ് ഇതിന് കഴിയണം. അപ്പോഴേ അവൻ ആണാവുകയുള്ളൂ. ഈ അവസ്ഥ മാറി വന്നതിന്റെ ഉദാഹരണമാണ് പെണ്ണ് വരുമ്പോൾ സ്വത്തുമായിട്ട് വരണം എന്ന മറ്റു മതക്കാരെ പിടികൂടിയ കാഴ്ചപ്പാട് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നതും അതിന് ഓശാന പറഞ്ഞ ഉസ്താദുമാരെ കൊലപ്പായിട്ട് കിട്ടുന്നതും അഥവാ നിരനിരയായി. അത് ദുഷ്ചിന്താഗതിയാണ്. അപ്പോൾ ഇസ്ലാം നിർണയിച്ച രീതിശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ടാണോ മുസ്ലിം സമുദായത്തിന്റെ പോക്ക് എന്ന് വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമായത് കൊണ്ടാണ് വർത്തമാനം ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചേർത്ത് വെക്കേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം ഈ ചർച്ച തമ്പുരാന്റെ മുമ്പിൽ പുണ്യകരമാവില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. എന്നിട്ട് നരകത്തെ കുറിച്ച് വർണ്ണനയാണ് പിന്നീട് ആ അധ്യായത്തിൽ സൂറ തഹ്രീം. അവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചപ്പോ ആണും പെണ്ണും ഒരുപോലെ ആ വിളിക്കുത്തരം ചെയ്യണം. എന്നിട്ട് രണ്ട് കൂട്ടരോടുമാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണ് ഈ കുടുംബത്തെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുക എന്നത്. എന്നാൽ പെണ്ണിനെ ഇസ്ലാം അറിയാത്ത, പെണ്ണിനെ ഇസ്ലാം പഠിപ്പിക്കാൻ അനുവദിക്കാത്ത ആണൊരുത്തൻ തൊപ്പിയും താടിയും വെച്ച് പള്ളിയിൽ പ്രത്യക്ഷപ്പെടുകയും പെണ്ണൊരുത്തി തലയിൽ തട്ടമിട്ട് ക്ഷീണിക്കാതെ പോവുകയും ചെയ്ത ഒരുപാട് മാന്യന്മാർ നമ്മുടെ പള്ളികളിൽ കുത്തിയിരിക്കുന്നവരാണ്. അവർ ഇമാമ് തല മറച്ചില്ലെങ്കിൽ ബഹളം വെക്കും. അവന്റെ പെണ്ണ് തല മറക്കാത്തിൽ അവനൊരു വിഷമം ഉണ്ടാവില്ല. ഇമാമ് തല മറച്ചില്ലെങ്കിൽ നിസ്കാരമൊന്നും ബാധ്യരാവില്ല. തലമറക്കൽ ഒരു നല്ല ശീലമാണ്. അതിനുള്ളൊരു പുണ്യമേ ഉള്ളൂ. അത് ഇസ്ലാമിൽ നിർബന്ധമൊന്നുമല്ല പുരുഷൻ. എന്നാൽ പെണ്ണ് തലമറക്കൽ നിർബന്ധ. തലമറക്കുന്ന പുരുഷന്റെ തലമറക്കാത്ത ഭാര്യമാർ ആണുങ്ങൾ ഇരിക്കുന്നിടത്ത് നേർക്കുനേരെ വന്നിരുന്ന് ഉണ്ണാൻ മടിയില്ലാത്ത ആണും പെണ്ണും, പുരുഷനോ നല്ല താടിയും തൊപ്പിയും വെച്ച്, പെണ്ണോ ഈ ഉള്ളവന്റെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അമ്മ കോലത്തിൽ. അമ്മ ഇത് വിളിക്കുന്നത് കുറ്റമായിട്ട് പറയുന്നതല്ല. അമ്മ കോലം എന്ന് പറഞ്ഞാൽ അന്യമത സംസ്കാരത്തിലെ രീതി എന്നാണ്. എന്നിട്ടും ഈ പെണ്ണിനൊരു മടിയുമില്ല. ഇമാമുമാരെ കണ്ടാൽ പോലും തട്ടം തലയിൽ വീഴില്ല. ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഒരു മാനിക്കേണ്ടുന്ന പണ്ഡിതനെ കണ്ടാൽ തലയിൽ തട്ടമിടും. ആ മര്യാദ പോലും പാലിക്കപ്പെടാതെ ജീവിക്കുന്നവർ, പഠിപ്പിക്കാതെ പോയ പുരുഷന്മാർ, ഇവരെ ഏത് കുടുംബത്തെയാണോ നയിക്കുന്നത്, ഈ കുടുംബത്തെ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും
അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാരും സ്ത്രീകളുമാകുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. ഭാര്യമാരെ സ്നേഹിക്കാതെ പോയ നമസ്കാരം തടങ്ങുക. കാരണം അതാണ് അതും ഭാര്യമാരെ ഇസ്ലാം പഠിപ്പിക്കാത്തത്. അതുകൊണ്ടാണ് ഇസ്ലാം കേൾപ്പിക്കാത്തത്, അതുകൊണ്ടാണ് കൂടെ കൂട്ടി ഇറങ്ങാത്തത്, അതുകൊണ്ടാണ് ഈ മര്യാദ പഠിപ്പിക്കുക. അത് ഭാര്യമാരെ സ്നേഹിച്ചിട്ടില്ല. അവർക്ക് ഇഹലോകത്തിന് ഉപകരണം വേണം, ആസ്വദിക്കാനും മറ്റു കാര്യത്തിനും വെപ്പാട്ടിയായും. നാളെ സ്വർഗത്തിൽ ഈ പെണ്ണ് വേണം തീരുമാനിച്ചെങ്കിൽ ആ പെണ്ണും അവനും ഒരുപോലെ ഇസ്ലാമിന്റെ മാർഗത്തിൽ രംഗത്തുണ്ടാകുമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. വിശകലനത്തിന് വേണ്ടി ഒരു സൂചന പറഞ്ഞതാണ്. നാലാമത്, വിജ്ഞാന സമ്പാദനത്തിന്റെ വിഷയത്തിൽ ഉത്തരവാദിത്വം നിർണയിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്തും ആണിനും പെണ്ണിനും വിവേചനം കൽപ്പിച്ചില്ല. ഈ നമുക്കറിയാം, വായിക്കുക, നീ വായിക്കുക എന്നാണ് ആഹ്വാനമെങ്കിൽ അത് ആണിനോടും പെണ്ണിനോടും ഒരുപോലെയാണ്. ആണിനോടും പെണ്ണിനോടും ഒരുപോലെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, പ്രവാചകരെ അങ്ങേക്ക് അനുഗ്രഹീതമായ ഈ വേദം നാം ഇറക്കി തന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെ കുറിച്ച്, അതിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ, അവർ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി. വലിയ തദക്കറ ഉൽ അൽബാബ്, അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി. സൂറ സ്വാദിലെ 29-ാം സൂക്തം. ആണിനോടും പെണ്ണിനോടും ഒരുപോലെയാണ്. ഖുർആനിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനനം ചെയ്യുക, കഴിയുന്നവർ അതിന്റെ ഗവേഷണപരമായ അവസ്ഥയിലേക്ക് മുന്നേറുക, എന്നിട്ട് ആ ഉത്ബോധനങ്ങളെ ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക, കുടുംബത്തെ നയിക്കുക, സമൂഹത്തെ നയിക്കുക. വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമാകുന്ന ഖുർആൻ എന്ന തിരുവചനം നമുക്കറിയാം. വിദ്യ നേടൽ, വിദ്യ അന്വേഷിക്കൽ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കൽ, വിജ്ഞാനം ആർജിക്കൽ, അത് ഓരോ മുസ്ലിമായ പുരുഷന്റെയും മുസ്ലിമത്തായ പെണ്ണിന്റെയും ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഹബീബിന്റെ ഉത്ബോധനം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തന മേഖലയിലും ആഹ്വാനം ആണിനോടും പെണ്ണിനോടുമാണ്. പക്ഷേ നമുക്ക് ഈ മേഖലയിലും വിജ്ഞാന സമ്പാദനത്തിന്റെ വഴിയിൽ സ്ത്രീകളെ രംഗത്തിറക്കി പഠിപ്പിക്കുന്നതിലും ഇസ്ലാമിക പഠനത്തിന്റെ മേഖലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നാം എത്രമേൽ പിന്നിലായിരുന്നു എന്നും, ഇപ്പോഴുള്ള ചലനങ്ങൾ ആനുപാതികമായി കൊള്ളാമെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ എത്തിയില്ല എന്നുമൊക്കെ നമുക്കിടയിലെ പഠനങ്ങൾ തന്നെ കൃത്യമാണ്. അഞ്ചാമത് ഇടം ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണമാണ്. ഇസ്ലാമിക പ്രവർത്തനം, ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്ലാമിന്റെ പ്രചാരണം, ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം, അതിന്റെ നന്മയുടെ സംസ്ഥാപനം, തിന്മയുടെ ഉച്ചാടനം, അതിലെ സത്യസാക്ഷി നിർവഹണം, അതിലെ സാക്ഷികളായി ശരിയായ സാക്ഷ്യം ചമച്ചുകൊണ്ട് ജീവിക്കൽ, റെപ്രസെന്റേഷൻ. ഈ മേഖലയിൽ ഖുർആന്റെ സകല ഉത്ബോധനങ്ങളും നിങ്ങൾ ചോദിക്കുക, അവിടെയും ഒരുപോലെ ആണിനോടും പെണ്ണിനോടും. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം ആത്മമിത്രങ്ങളും ഉച്ചബന്ധുക്കളുമാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ സംസ്ഥാപിക്കണം, തിന്മ ഇല്ലാതാക്കാൻ പണിയെടുക്കണം. വയുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാ, അവർ ഈ നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അവർ ശരിയാവണ്ണം അനുസരിക്കുകയും വേണം. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു പ്രത്യേകമായിട്ട് കാരുണ്യം കാണിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു ഏറെ പ്രതാപവാൻ യുക്തിജ്ഞനുമാണ്. സൂറ തൗബ 71-ാം ആയത്ത്. ആണിനെയും പെണ്ണിനെയും ഒരുപോലെ പറഞ്ഞിരിക്കുക. എന്റെ ഇസ്ലാമിക പ്രവർത്തനം പെണ്ണ് ചെയ്യേണ്ടതല്ല, അവൾ വീട്ടിലിരുന്നാൽ മതി എന്ന് തീരുമാനിച്ച ഇസ്ലാമിന്റെ പണ്ഡിത കോലങ്ങളുള്ള ഖുർആന്റെ വർത്തമാനായി. എന്തിനാ ഇവിടെ ആണിനെയും പെണ്ണിനെയും വേറെ പറഞ്ഞത്? അങ്ങനെ ഇസ്ലാം ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പറയും ചിലയിടത്ത്. ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ പരിധി നോക്കുക ഖുർആനിൽ. അപ്പൊ നമുക്ക് മനസ്സിലാകും പെണ്ണ് ഈ പണി ചെയ്യേണ്ട എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം അള്ളാഹ് അങ്ങനെ പറഞ്ഞിരുന്ന. അഥവാ പെണ്ണത് ചെയ്യണോ വേണ്ടെന്ന് സംശയമുള്ള വിഷയങ്ങളിൽ അള്ളാഹ് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പറയും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു, വിശ്വാസികളായ പുരുഷന്മാർ വിശ്വാസിനികളായ സ്ത്രീകൾ, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഒന്നാം ആത്മബന്ധുക്കളാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യണം? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, ആണിനോടും പെണ്ണിനോടുമാണ്. അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, നന്മയുടെ സംസ്ഥാപനം, തിന്മയുടെ ഉച്ചാരണം, ധർമ്മ സംസ്ഥാപനം, ഇഖാമത്തുദ്ദീൻ, സത്യസാക്ഷ്യ നിർവഹണം, ശരിയിലേക്കുള്ള വിളി,
ഇസ്ലാമിന്റെ പ്രബോധനം, അതല്ല അതിന്റെ വിശദീകരണം, എല്ലാം വേർതിരിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരുപോലെ ആണ് ആഹ്വാനം. ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് അങ്ങനെയാണ്. അവിടെ അവരുടെ പ്രകൃതത്തെ അംഗീകരിച്ചുകൊണ്ട് ചില സവിശേഷമായ ഇളവുകളും മാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദമായ ചർച്ച ഇൻഷാ അല്ലാഹ് ഈ മിമ്പറിൽ വരും. അപ്പൊ ഇങ്ങനെ വിശ്വാസം ഉൾക്കൊള്ളുന്ന കാര്യത്തിലും ആരാധന നിർവഹണത്തിന്റെ കാര്യത്തിലും കുടുംബം എന്ന ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ തലത്തിലും വിജ്ഞാന സമ്പാദനത്തിന്റെ മേഖലയും ദൗത്യ നിർവഹണത്തിന്റെ മേഖലയും ആണിനോടും പെണ്ണിനോടും ഇസ്ലാമിന്റെ ആഹ്വാനം ഒരുപോലെയാണ്. വിവേചനം കൽപ്പിക്കാത്തത് അവരെ അംഗീകരിച്ചത് കൊണ്ടാണ്. എന്നാൽ അവിടെ പ്രത്യേകമായ പ്രകൃതത്തെ ഓരോന്നിലും പ്രത്യേകമായി പരിഗണിച്ചു. പുണ്യം നൽകുന്ന കാര്യത്തിലോ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് തുല്യമായ പുണ്യം. ഇളവ് അനുവദിച്ചുകൊണ്ട് പെണ്ണ് ആ ഇളവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും, ഇളവില്ലാതെ വളരെ കൃത്യമായി ആണൊരുത്തൻ ആ മേഖലയിൽ പ്രവർത്തിച്ചാലും ആണിനും പെണ്ണിനും ഒരുപോലെയാണ് പുണ്യം. ഫസ്തജാബ ലഹും റബ്ബുഹും, അവിടെ നാഥൻ അവർക്ക് ഉത്തരം നൽകി. അന്നീലാ ഉദിയു അമല ആമിലിൻ മിൻകും മിൻ ദഖരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനത്തിന്റെ ഫലം നാം നിഷ്ഫലമാക്കി കളയില്ല. ബഅദുകും മിൻ ബഅദ്, നിങ്ങൾ ഒന്നാം ഈ മാർഗത്തിൽ. ധാരാളം ആയത്തുകൾ വേറെ. അപ്പൊ പ്രതിഫലം ആണിനും പെണ്ണിനും തുല്യം തന്നെ. ഇതൊരു സവിശേഷമായ പഠനമാണ്. അത് ഉൾക്കൊള്ളാൻ അതിന്റെ പൂർണ്ണത്തിൽ മുസ്ലിം സമുദായത്തിന് പോലും കഴിഞ്ഞില്ല എന്ന് ഈ ഓരോ വിഷയങ്ങളെയും നമുക്കിടയിലേക്ക് ചേർത്ത് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറത്തുള്ളിടത്ത് ഭീകരമാണ് അവസ്ഥ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പെണ്ണിന് ഇസ്ലാം നൽകിയ അവകാശങ്ങളെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാനിച്ചുകൊണ്ട് ലക്ഷണമൊത്തൊരു സമുദായമായി മാറാൻ, പെണ്ണ് അങ്ങേയറ്റം അവഹേളിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ പെണ്ണിന്റെ സുരക്ഷത്തിന് വേണ്ടി ഒരു ദിനാചരണം വരെ നിർണയിച്ചുകൊണ്ട് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ, ആ ദിനാചരണം പോലും ഏശാതെ പോയ ഒരു പുതുലോക ക്രമത്തിൽ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ച് സവിശേഷമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാൻ, ആ കാഴ്ചപ്പാടിന്റെ മാലോകരെ അറിയിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ വർത്തമാനം നമുക്ക് ഗുണകരമായി തീരുമാറാവട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.